ചേച്ചി പതുക്കെ പറയ്. അതെ മിണ്ടാണ്ട് നിൽക്കണം. അമ്മ കാണുന്ന നൈസായിട്ട് നോക്കിയിട്ട് പോവാ. കേശേ കണ്ടോടാ, കടയിലുണ്ടാക്കാൻ നിൽക്കണം. എന്തൊരു നല്ല ഫീലാല്ലേ. എന്തായി? അച്ഛൻ ഞെരിക്കണോ? പൊളിക്കണമെന്ന്. ചേച്ചി പെട്ടെന്ന് അമ്മ വിളിച്ചോണ്ട് വരൂ. ഞാൻ വിളിച്ചോണ്ട് വരാം. പെട്ടെന്ന് ശിവ, സംഭവം എന്തായാലും നമുക്ക് എല്ലാവർക്കും കിട്ടും, ഉറപ്പാണ്. പണടിക്കുന്ന കണ്ട സത്യം പറയാമല്ലോ, അച്ഛൻ ഒരു ഫുഡ് ഉണ്ടാക്കിയ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. സത്യം. കൊറേ സ്വയം പൊങ്ങല് കേൾക്കണമെന്നേ ഉള്ളൂ, ഔട്ട്പുട്ട് എപ്പോഴും പൊളിയായിരിക്കും. കണ്ട ഇത് എത്തിയേക്ക് കൊണ്ടിരിക്കുന്ന പഴംപൊരി കരിഞ്ഞ ഇല്ല. പിന്നെ അമ്മ, നമ്മളിങ്ങനെ മാറിക്കണോണ്ടാണ് അച്ഛൻ ഇത്ര അടിപൊളിയായിട്ട് അവിടെ കുക്ക് ചെയ്യണേ. നമുക്കൊരു കാര്യം ചെയ്യാം, അങ്ങോട്ട് പോവാം, എന്നിട്ട് ശല്യപ്പെടുത്താം. അപ്പൊ അച്ഛൻ്റെ കോൺസെൻട്രേഷൻ ഒക്കെ പോയിട്ട് അത് മൊത്തം കൊളാവും. അതെ, അപ്പൊ അച്ഛൻ നൈസായിട്ട് പിന്മാറും. നമുക്ക് അങ്ങ് കാര്യങ്ങൾ ഏറ്റെടുക്കാനും പറ്റും. ചെല്ലേ. തിളച്ചെണ്ണാണ് തള്ളേ മക്കളോടെ മറത്തു പോകാൻ ഞാൻ പ്ലാൻ ചെയ്ത് വരണല്ലോ കൊളാക്കാൻ വേണ്ടി. അമ്മ മനസ്സിലാക്കി കളഞ്ഞല്ലോ. നമുക്ക് എന്ത് കാണാനാ പഴംപൊരി ഉണ്ടാക്കണത്? വാങ്ങട് വേണേ കണ്ടുപടി. നീയൊക്കെ നേരത്തെ നിന്നതേ വാഴക്കപ്പല്ലേ, വാഴക്ക. ഇതാണ് വാഴക്കപ്പം. കണ്ടാ, നല്ല മഞ്ഞ കളർ. എങ്ങനാക്ക് റെഡി? എന്ത് ചോദിച്ചു? ആണോ എന്ത് ചിരിക്കണേ? രക്ഷയില്ലടാ. ഈ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ചെറിയ പൊടി വരുമല്ലേ, അതുപോലെ നിനക്ക് തരൂല, ഞാൻ കാക്കയ്ക്ക് കൊടുക്കും. അല്ലെങ്കിൽ ആർക്കാണോ നിങ്ങളെ പഴംപൊരി അല്ലേ പാറു? പിന്നല്ല. എന്താന്ന് പിന്നെയും ഗുളിക കഴിക്കാൻ പോണോ? കൊളസ്ട്രോളുള്ള മരുന്നടാ, നേരത്തെ കൂട്ടി കഴിക്കാണ്. ഇത്ര ഒറ്റയ്ക്ക് തിന്നില്ലടാ. വെള്ളം വേണ്ട. ആഹാ, അങ്ങനെ എണ്ണ കിടന്ന് കുളി മോനെ കുളി. അച്ഛാ, ടേസ്റ്റ് ചെയ്യാൻ നോക്കാത്തത് ബാത്റൂമിൽ ഇറങ്ങത്തില്ല. ഞാൻ സഹിച്ചു. എനിക്ക് കൊതി നോക്കാൻ വിളിച്ചിട്ട് പാടി പിള്ളേരെ. പാവോട്ടെ, അസുഖമൊക്കെ ഒന്ന് മാറി വന്നതായിരുന്നു, വീണ്ടും തുടങ്ങിയെന്ന് തോന്നുന്നു. ഹോസ്പിറ്റലിൽ പോണോ? എന്റെ വീട്ടുകാരെ പറയാന്ന് മര്യാദ ഒന്ന് ഉണ്ടാക്കാൻ നോക്കും പഴംപൊരി. നമ്മള് നമുക്കൊന്നും കാണേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊന്നും. വായടാ, എന്തെങ്കിലും കഴിക്കട്ടെ. ഇങ്ങോട്ട് വാ. ചിലപ്പോ കാക്ഷിച്ചോ കിട്ടിയില്ലേ? അത് തന്നെ വേണം കേട്ടാ. ചോറിനെന്താ ഓടാടെ കൊതി വിടല്ലേ കൊതി കൂട്ടങ്ങൾ ഒരു കൊതി കിട്ടല്ലേ. എന്ത് ഇപ്പൊ അത് നല്ല മണ. ഞാൻ സൂപ്പർ മണ, അതുകൊണ്ട് വിളിച്ചതേ ഉള്ളൂ. അയ്യോ, വല്ലാത്തൊരു വിളിയായി പോയി. അയ്യോ, എന്തെങ്കിലും കാരണം നോക്കി ഞോടി വരാ പോയിട്ടാ. അച്ഛാ, ഇത്രയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ഞാൻ പിന്നെ ഞാൻ കഴിച്ചോളാം. എന്താ അച്ഛൻ എത്ര ഇരുന്ന് കഴിച്ചാലും ബാക്കി വരും. ബാക്കി വന്ന് ഞാൻ കുറച്ച് ബാസിക്ക് കൊടുക്കും, പിന്നെ കുറച്ച് നവാസിന് കൊടുക്കും കേട്ടാ. പോയിട്ടാ. അച്ഛാ 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 എന്താ അച്ഛൻ ഒരു കാര്യം ഓർത്തോണം. അച്ഛൻ ഇതുവരെ അച്ഛൻ്റെ കൂടെ നിന്നിട്ടുള്ളത് ഈ കേശു ഒറ്റയാൾ മാത്രമാണ്. ആ ഒറ്റൊരു ഓർമ്മ അച്ഛന് വേണം. ആ തന്തയ്ക്ക് തരാ തിന്നവനെ. അച്ഛൻ ടേസ്റ്റ് നോക്കത്തുണ്ട്. ഞാൻ ഇപ്പൊ തിന്നൂല. ഞാൻ എല്ലാം കൂടെ പൊരിച്ച് വറുത്ത് വലിയൊരു പാത്രത്തിലാക്കി ഡൈനിങ് ടേബിൾ വെച്ച് തിന്നും. ഒരൊറ്റ തരൂല. നോക്കിയോ. എന്താടാ എന്താവാൻ അടുപ്പിക്കുന്നില്ലെന്ന് മൊത്തം ഒറ്റയ്ക്ക് തിന്നുന്നാണ് പറയണത്. കൊച്ചിന് ഒരെണ്ണം കൊടുക്കത്തില്ല, അപ്പോഴാണ് കൊതിയായിട്ട് വയ്യ. ആണോ? എന്ത് വാശി? ഭയങ്കര വാശിയാണല്ലോ. അത്രയ്ക്ക് വാശി കൊള്ളൂലല്ലോ. ആ വാശി ഒന്ന് ഒതുക്കി കൊടുക്കണ്ടേ? വേണം. എടാ കേശു, അവിടെ ചെന്നിട്ട് അവിടെ ഇരിക്കുന്ന ആ പഴംപൊരിയും ആ വാഴക്കോലയും ഇരിക്കണ മാവും എല്ലാം ആടപടല്ലെങ്കിൽ എടുത്തോണ്ട് വരും. ചെന്ന് കയറിക്കൊടി. ഹിമക്കരടി കടിച്ചു കയറാൻ നിൽക്കുന്ന പോലാണ് നിൽക്കുന്നത്. അങ്ങനെ ഹിമക്കരടിയെ നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഹിമക്കരടിയൊക്കെ നമുക്ക് ഒതുക്കാം.
എല്ലാം പ്ലാനിങ്ങോടെ അങ്ങ് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞ പോലെ ചെയ്യാൻ പറ്റുമോ? ചെയ്യാം. ഓക്കെ. വാ വാ കുരിപ്പണിക്ക് വാ. കുട്ടമ്പിള്ളേരെ മോളെ നീ ഒളിച്ച് എറിയണാടി. കണ്ടടി കണ്ടടി ഓടിക്കളി. ഇതാരെടുക്കും? എടുക്ക് എന്താ കൊല എന്റെ വാഴക്കപ്പം പുടിയാ ദിലോയ് കളിക്കല്ലേ വാഴക്കപ്പാണ് നീരായി കേശോ കൊള്ളാലേ? നീ കള്ളി ഉള്ള കൂട്ടങ്ങള് എടി കള്ള കൂട്ടങ്ങളെ വാഴിക്കാൻ കൊണ്ടുപോടാ കച്ചപ്പട്ടി ഉണ്ടാക്കിയാണ് എടി പടവലം പട്ടി താടി താടി കളിക്കാൻ താടിയോട്ട് കുത്തപ്പെടാ പോടാ കച്ചപ്പട്ട ഉണ്ടാക്കി തിന്നാണ് കഴിവല്ലോ എനിക്ക് എന്റെ അമ്മ